സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എത്രത്തോളം സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സിനിമയിൽ സംഘടന രംഗങ്ങൾ എന്നും താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. ഒരു സംഘടന രംഗം ചിത്രീകരിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ടൈമിംഗ് ആണ്. ടൈമിംഗ് പിഴച്ചാൽ അപകടവും പരിക്കും ഏൽക്കുന്നത് സഹതാരങ്ങൾക്ക് ഉൾപ്പെടെയായിരിക്കും. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് സീക്വൻസുകളിൽ അഭിനയിച്ച താരങ്ങളിൽ ഒരാളാണ് ഭീമൻ രഘു. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന കരിയറിൽ നായകനായും വില്ലനായും നമ്മളെ ഞെട്ടിച്ച താരം. തല്ലുകൊള്ളുന്നതും കൊടുക്കുന്നതുമായി നിരവധി രംഗങ്ങളിൽ അഭിനയിച്ച താരം. മലയാള സിനിമയിൽ ഭീമൻ രഘുവിനോട് ഏറ്റുമുട്ടാത്ത സൂപ്പർ താരങ്ങളോ നായക നടന്മാരോ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം. സിനിമയിലെ ഫൈറ്റ് രംഗങ്ങളെക്കുറിച്ചും പരിക്കുകളെക്കുറിച്ചും അടുത്ത് ഒരു അഭിമുഖത്തിൽ ഭീമൻ രഘു സംസാരിക്കുകയുണ്ടായി. വർഷങ്ങളോളം നീണ്ടുനിന്ന കരിയറിൽ ടൈമിങ്ങിലെ പിഴവുകൾ കൊണ്ട് ഫൈറ്റ് രംഗങ്ങളിൽ സംഭവിച്ച ചില അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പോഴാണ് അദ്ദേഹം ഫൈറ്റ് രംഗങ്ങളിലെ മോഹൻലാലിൻ്റെ ടൈമിങ്ങിനെക്കുറിച്ച് വാചാലനായത്. ഭീമൻ രഘുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഫൈറ്റ് സീക്വൻസുകളിൽ ടൈമിംഗ് ആണ് വേണ്ടത്. ആ ഒരു സാധനം ടക്ക്, അത് വളരെ ഡേഞ്ചറാണ്. എല്ലാത്തിനും ടൈമിംഗ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സുഖമായിട്ട് അഭിനയിക്കാൻ പറ്റിയ ആള് മോഹൻലാലാണ്. ഇത്രത്തോളം ടൈമിംഗ് ഉള്ള ഒരു ആർട്ടിസ്റ്റ്. സോങ്ങിനാണേലും ഫൈറ്റിനാണേലും എന്തിനാണേലും മോഹൻലാൽ പെർഫെക്റ്റ് ആണ്. അപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ചും ഭീമൻ രഘു സംസാരിക്കുകയുണ്ടായി. മമ്മൂട്ടിക്കും നല്ല ടൈമിംഗ് ഉണ്ട്. പക്ഷേ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബോഡി ലാംഗ്വേജ് ലാലിന് അഡ്വാൻറ്റേജ് നൽകുന്നതാണ്. വളരെ ഫ്ലെക്സിബിൾ ആണ് മോഹൻലാൽ, ഭീമൻ രഘു പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.